എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഇതിൽ ആരെങ്കിലും നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് ഒരാളേ ഉള്ളൂ. ഒരാൾക്ക് എന്നെ ഇവിടെ ഇഷ്ടമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു വാക്ക് എന്നോട് സംസാരിച്ചിട്ടില്ല. അതാരാത്? അനുവല്ല. ഞാനോ? കോലത്തെ തമ്പുരാട്ടിയാണോ? ശാലു. ഹായ് പറഞ്ഞായിരുന്നു. ആയല്ല, എനിക്ക് വാക്ക് ഒരു വർത്തമാനവും കേട്ടില്ല, ശബ്ദവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയല്ലേ, ഇവിടെ ഇത്രയും ഒച്ചപ്പാട് ബഹളവും നടക്കില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്റെ സൗണ്ട് കേൾക്കത്തില്ല, അതാണ്. ഞാനിവിടെ അല്ല, എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ചോദിക്കായിരുന്നു, എന്നെ ഇഷ്ടമില്ലേ? മിണ്ടുന്ന പോലും ഇല്ലല്ലോ, ഒന്നും ചിരിക്കുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ. ഇന്നലെ രാത്രി മുതൽ ഒരു കാക്കപ്പുള്ളി ഫിറ്റ് ചെയ്ത് നടക്കുക ഒരാള്. മേനക ചേച്ചി കണ്ടിട്ടും ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പൊ ഒരാള് ചേച്ചി അപ്പൊ എന്താ, എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയുടെ അവളെ ചൂല് വെച്ച് കുത്തിയതാണ്. ഇത് തങ്കത്തിന് റിഹേഴ്സൽ നടന്ന ബീഡിക്ക് കുത്തിയതാണ്. മേനക ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം, ഇതിൽ ആരെയൊക്കെ കണ്ടിട്ട് എങ്ങനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തു, ഏതൊക്കെ ക്യാരക്ടറാന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത് പെട്ടെന്ന് മനസ്സിലായി, ദേവദാരു പൂത്തു. അത് മനസ്സിലായി, വിജയിച്ചിരിക്കും. പിന്നെ ഇത് എങ്ങനെ നീ മറക്കുമല്ല, ശരത്കാല ഒരു മണിക്കൂറായി ആ മീശ കൊടുകൈ. അല്ല, ചേച്ചിയുടെ കൂടെ കൈതപ്പുറം അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ലല്ല. പിന്നെ എന്തിനാ പുള്ളി ഇവിടെ വന്നിരിക്കുന്നത്? അല്ല, അത് ആനയായിരുന്നു. പക്ഷെ വേഷം കെട്ടി ആനയായിട്ട് അഭിനയിക്കുന്നുണ്ട് ഇതിനകത്ത്. അതിൽ ആ പാട്ടിലൊരു വരിയുണ്ട്, മനസ്സിലായി. അതുകൊണ്ട് ചന്ദനക്കുറിയുമായി എന്ന് പറഞ്ഞു. എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നാണ് വിചാരിച്ചത്. ഒരു ചെറിയൊരു സീക്രട്ട് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. ഇന്ന് ശരിക്കും ഈ ഷൂട്ടിന് വരാനായിട്ട് രാവിലെ എത്ര മണിക്ക് എണീറ്റിട്ടുണ്ടാവും? ഞാൻ എപ്പോഴും രാവിലെ 3:30 മണിക്ക് എണീക്കുന്നു. 3:30 മണിക്കോ? അപ്പൊ എത്ര മണിക്ക് രാത്രി ഉറങ്ങും? ഞാൻ 9 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഉറങ്ങിയിരിക്കും. ചേച്ചി 3:30 എഴുന്നേൽക്കുമ്പോ തങ്കച്ചനൊക്കെ മോഷണം കഴിഞ്ഞിട്ട് വന്ന സമയം അത്. 3:30 മണിക്ക് എണീക്കും എന്ന് പറഞ്ഞു. എണീറ്റിട്ട് എനിക്കൊരു ധ്യാനമുണ്ട്. ധ്യാനം ചെയ്യും, മന്ത്രങ്ങൾ പറയും. അത് കഴിഞ്ഞ് ഗായത്രി മന്ത്രമുണ്ട്. അത് കഴിഞ്ഞ് യോഗ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് യോഗ അഭ്യസിക്കുന്നുണ്ടല്ലേ? ഇന്നും ഇവിടെ യോഗ മാറ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ ചേച്ചി ഇവിടെ വന്നിട്ട് യോഗ മാറ്റണേ? യോഗ സാധാരണ യോഗ മാറ്റലാണ്, അല്ലാണ്ട് ആരുടെയും തലയിൽ കയറിയല്ല. അങ്ങനെ ഇത് യോഗയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് തങ്കത്തിന് ഈ വിഗ്രഹമൊക്കെ. 3 ഓപ്ഷൻസ് വരെ ബുള്ളറ്റിൻസ് പോലെ. ഒന്ന് ലൈക്ക് ആക്ട്രസ് മേനക സുരേഷ്, ഒന്ന് അമ്മ മേനക സുരേഷ്, ഒന്ന് വൈഫായിട്ടുള്ള മേനക സുരേഷ്. ഇതിൽ ഏത് റോളാണ് ഏറ്റവും ആദ്യം ടേക്കപ്പ് ചെയ്യുക? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൈഫ്. അത് ലൈക്ക് റയർ ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. അല്ല, ആക്ട്രസ് എന്നുള്ളത് പ്രൊഫഷനാണ്. അത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ പ്രൊഫഷൻ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളാവാം, അത് വേറെയാണ്. പക്ഷെ നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുവാവേ ഉണ്ടാവുള്ളൂ. നല്ലൊരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ പ്രൊഫഷന് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. സോ വൈഫ്. നിനക്ക് 3 ഓപ്ഷൻ തരാം. എന്താ ഓപ്ഷൻ? ഒന്ന് ആർട്ടിസ്റ്റ്, ഒന്ന് വൈഫ്, 2 എക്സൈസ്, 3 സതീശൻ. ഇതിലേതാണ് നിനക്ക്? ഞാനുണ്ട്. സതീശൻ. അപ്പൊ മാറ്റി നിനക്ക് വേണ്ട? അച്ഛൻ ഉണ്ടെങ്കിൽ എനിക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അച്ഛൻ മാറ്റാൻ നീ എന്നെ ഉറപ്പിച്ച? കാരണം നല്ലൊരു ലൈഫ്. ഒരു ഓപ്ഷൻ കൂടെ, സൂസു, സ്റ്റാർ മാജിക്, ഡുണ്ടുണ്ടു ബിപി. ഇതിലേതാണ് നിനക്ക് ഇഷ്ടം? സ്റ്റാർ മാജിക്. അപ്പൊ എന്റെ ഡുണ്ടുണ്ടു ബിപിയാ? അത് ആർക്ക് വേണം? നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട. കൊണ്ടുപോ. തങ്കച്ചേന്റെ ഡുണ്ടുണ്ടു ബിപി കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. യൂട്യൂബ് ചാനലാണ്. യൂട്യൂബ് ചാനലാ? ആൽബമാണ് മാഡം. ഞാൻ എന്താണെന്ന് ലിങ്ക് പറഞ്ഞാൽ ഞാൻ കാണാം. മാഡം, ഇത് ആൽബം. ഡുണ്ടുണ്ടു ബിപി എന്ന് പറഞ്ഞ ആൽബം കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഈ ഡുണ്ടുണ്ടു ബിപി തമിഴ്നാട്ടിൽ മാത്രം അങ്ങോട്ട്. 10 പേർക്ക്. യെസ്.